ലോകത്താദ്യമായി ആകാശത്തിലൂടെ പറന്നു നടന്നതിന് അബ്ബാസ് ബിൻ ഫിർനാസ് എന്ന ഗവേഷകന് അന്നത്തെ സുൽത്താൻ നൽകിയ സ്നേഹ സമ്മാനം. ഇതാണ് ഇതിന്റെ സാരം. അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബു അൽ ഖാസിമി അബ്ബാസ് ബിനു ഫിർനാസ് ബിനു വിർദാസ് അൽ തക്രൂനി. മക്രൂനി അല്ല മോനെ, അൽ തക്രൂനി. എന്ത്? അൽ തക്രൂനി. അൽ തക്രൂനി 9-ാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ ജീവിച്ചിരുന്ന ഒരു ഗവേഷകൻ. എ ജീനിയസ്. ഈ വളക്കൊരു 1000 വർഷത്തെ പഴക്കമുണ്ടാവും. ആയിരിക്കാം. അതിന്റെ പഴക്കവും അതിൽ എഴുതി വെച്ചിരിക്കുന്നു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന അങ്ങനെയാ. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിന് മോഹവിലയാ. ഉടമസ്ഥൻ പറയുന്ന പൈസ. ചരിത്രമല്ലേ? അല്ല, ഈ വള എങ്ങനെ നിങ്ങളുടെ കെട്ടിയോളുടെ അടുത്തെത്തി? പാരമ്പര്യം. ഇവളുടെ അമ്മൂമ്മയുടെ അമ്മ, അമ്മൂമ്മ, പിന്നെ ഇവള്, പിന്നെ ഞങ്ങളുടെ വരാൻ പോകുന്ന മോള്. ലേഡി. അമ്മമ്മ, വള, അറബി, മാ തർക്കം. അങ്ങോട്ട് മാച്ചാണില്ലല്ലോ ബ്രദറെ. അതൊക്കെ ഓല് മാച്ചായിക്കോളൂ ഉസ്താദെ. നിങ്ങൾ ഇനി ഓരോന്ന് പറഞ്ഞാണ്ട് മാച്ച് ഇല്ലാണ്ടാക്കണ്ട. നിങ്ങളിത് പിടിക്ക്. നിങ്ങൾ പോയിട്ട് തിരക്കില്ലല്ലേ? എന്നാലും മുസ്തഫ, അത് ഓരോ എന്നാലും ഇല്ല ഉസ്താദ്. നടക്കി നിങ്ങൾ. ഉസ്താദ്, ഉസ്താദെ, അത് ഊരാൻ വല്ല വഴിയുണ്ടോ? അനമഫൂം. ആ ഡിസൈനകത്ത് ഇത്രയും കാര്യങ്ങൾ അവർക്ക് ഒളിപ്പിക്കാമെങ്കിൽ അക്കീദ് ഫിയാഷിയ അൽ ഷനഫ് ഫിയ. അല്ല, നിങ്ങൾ ഇവിടെ അങ്ങോട്ട് വരി. ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? നോക്കട്ടെ. ഇത് വല്ലാത്തൊരു മുതലാണല്ലോ. ഞാൻ പറഞ്ഞേ, ഫോട്ടോ ഒക്കെ നല്ല രസത്തിലെടുത്തിട്ടുണ്ടല്ലോ. മറ്റൊരാളുടെ മുതൽ അയാളുടെ അനുവാദമല്ല എടുക്കുന്നത്. തെറ്റല്ലേ? സെക്ഷൻ 378 മോഷണം. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഉസ്താദ് ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാറിനൊന്നും മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു റെയർ ഐറ്റത്തിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണോ? നല്ലപോലെ നടക്കണ ആയിക്കോട്ടെ മര്യാദക്കാണെങ്കിൽ ഞാനും മര്യാദക്ക. പോലീസ് നായ. ഒരിക്കലും പൊട്ടിക്കാൻ അനുവാദമില്ലാത്ത ആ സാമാനം കാണിച്ച് നീ എന്നെ വരട്ടാൻ നോക്കണ്ട. ഇറങ്ങിപ്പോടാ. നീ ആരാന്നാണ് നിന്റെ വിചാരം? ഇതുവരെ എനിക്ക് അതുപോലത്തെ ഒരു വള ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതുപോലത്തെ ആ വള എന്നെ കൊണ്ടുപോകും.